പേര് ഷിബു. നമ്മുടെ സ്ഥാപനം വരുന്ന സ്പാർക്ക് കൊണ്ട് കുണ്ടലശ്ശേരിയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് വന്നിട്ട് പത്തിരിപ്പാലയിലാണ്. അവിടുന്ന് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആവശ്യത്തിൻ്റെ പാർട്ടിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്ന് എല്ലാ ഡിസൈനിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി ഇവിടെ കുണ്ടലശ്ശേരിയിൽ തന്നെ ഈ സ്ഥാപനം ഉണ്ട്. പിന്നെ ഒരു 10 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. നേരത്തെ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയാൽ കുറിച്ച് ആലോചിക്കുന്നത്. പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങുമായിരുന്നു. ഇപ്പോൾ രണ്ടാളൊരു സ്ഥാപനമായിട്ട് തുടങ്ങി. പിന്നെ അങ്ങനെ ഇതായപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഒരു 5 വർഷമായിട്ടുണ്ട് ഇതിൻ്റെ തുടക്കം. നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ 1.5 mm ഉള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 120 GSM വരുന്ന ഷീറ്റാണ്. അപ്പോൾ തുരുമ്പ് പിടിക്കില്ല, അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കട്ട്ള, ജനൽ, അങ്ങനെ എല്ലാ ഐറ്റംസും ഡോറ് വരെ ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ അൺസൈസായിട്ട് വരുന്നതും അതേപോലെ പഴയ വീടുകളിലാണെങ്കിൽ അൺസൈസ് ആയിരിക്കും. ഇപ്പോൾ വരുന്ന സൈസിലെല്ലാവർക്കും വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ അളവിനനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ ഡിസൈൻ ഇപ്പോൾ അവർ പറയുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഹോൾഡിങ് ടൈപ്പ്, അങ്ങനെ എല്ലാ ടൈപ്പും, റൗണ്ട് ടൈപ്പ്, അങ്ങനെ എല്ലാ വിൻഡോസും ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ ആളുകൾക്കൊരു ഒരു കൺഫ്യൂഷനായിരുന്നു ഏത് വേണം എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു സാധനം തന്നെയാണ്. അവർ ഇപ്പോൾ നമ്മൾ അടുത്ത ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഇതിലാണ് നമുക്ക് ബിസിനസ്സിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളുടെ ക്വാളിറ്റി എന്തൊക്കെ മനസ്സിലായതിനു ശേഷം പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പുറത്തൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ആളുകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് അടുത്ത ആൾക്കാർ വരാറുണ്ട്. ഇത് ഒന്നാമത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ്, മെറ്റീരിയലാണ്. രണ്ടാമത് തുരുമ്പ് പിടിക്കുന്നില്ല. അതേപോലെ ഈ ചെതലിൻ്റെ പ്രശ്നങ്ങളാണ്, മരത്തിൽ വരുന്ന യാതൊരുവിധ പ്രശ്നങ്ങളില്ല. മഴക്കാലത്ത് ചീർക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ സമയവും ഒരേപോലെ ഇരിക്കും. ഇതിലിപ്പോൾ നമുക്ക് വരുന്നത് പ്രൈമർ അടിച്ചിട്ട് ഇവിടുന്ന് കൊടുക്കുക, പിന്നെ പെയിൻ്റ് അടിക്കുക, ഒരു ഫിനിഷ് ചെയ്യുക, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. വർക്ക് വളരെ കുറവാണ്. പാളി അടക്കം അതിൽ ഗ്ലാസ് ബീഡിങ് വരെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്ലാസറിൻ്റെ ഒരൊറ്റ വർക്ക് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ കസ്റ്റമർക്ക് സുഖമാണ്. ഈ ഗ്ലാസറിൻ്റെ ഒരു വർക്ക് മാത്രമാണ് അവർക്ക് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫിനിഷിംഗ് ആയിട്ട് പോകുന്നു. ഇത് ഇല്ല, ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ പാളിയിലാണ് പ്രശ്നം വരാറ്. അപ്പോൾ പാളി അയച്ചു വെച്ചതിന് ശേഷമാണ് ചെയ്യൽ. പിന്നെ പെയിൻറ്റിങ് സമയത്താണ് ഈ പാളി നമ്പർ ഇട്ടിട്ട് അയച്ചു വയ്ക്കും. പിന്നെ നമ്പർ നോക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ ഇതാവുന്നതാണ്. ഞങ്ങളിവിടെ പാലക്കാട് ജില്ല മൊത്തം കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ ഭാഗത്തേക്കും പോകുന്നുണ്ട് സാധനങ്ങൾ. പല സൈസുണ്ട്. അതിപ്പോൾ 4x2 മുതൽ പിന്നെ അങ്ങോട്ട് ഒരു 9x4 വരെയൊക്കെ ആ സൈസ് ഉണ്ട്. അത് ഏത് വേണമെച്ചാൽ നമുക്ക് ചെയ്യാം. അത് അവർ പറയുന്നതിനനുസരിച്ച് അതുപോലെ ചെയ്യാം. അതുപോലെ സൈഡിൽ മഞ്ചാരി കാര്യങ്ങളായിട്ട് വരുന്നത് അങ്ങനത്തെ ഉണ്ട്. അതും നമുക്കിപ്പോൾ എങ്ങനെ വേണമെച്ചാൽ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ അവർ പറയുന്നത് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡിസൈറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ പറ്റില്ല ടാറ്റ ആണെങ്കിൽ. അപ്പോൾ ലേസറിൻ്റെ ഒരു ടോർച്ച് ഉണ്ട്. ആ സാധനം വെച്ച് അടിച്ച് നോക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും ടാറ്റ ഗാൽവിനോ ഒരു 1.5 mm 120 GSM എന്ന് എഴുതിയിട്ടുണ്ടാവും. ഷീറ്റിൽ നമ്മൾ ടോർച്ച് അടിച്ച് അങ്ങനെ സംശയമുള്ള കസ്റ്റമറാണെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളൂ. അത് സ്റ്റാർട്ടിങ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ, അപ്പോൾ അത് നമുക്ക് ആളുകളിലേക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു സമയം കൂടിയായിരുന്നു. ആ സമയത്ത് ആളുകളിലേക്ക് എത്തി തുടങ്ങുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ സ്ഥാപനങ്ങളാകുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ശ്രദ്ധ കൊടുക്കാതെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ചെയ്തു വന്ന് നമ്മൾ ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് അവർ വിചാരിക്കുന്ന രീതിക്ക് തന്നെ ചെയ്തു കൊടുത്തതിന് ശേഷം ആണ് നമുക്കിങ്ങനെ ഓരോ വർക്ക് അവർ റെക്കമെൻഡ് ചെയ്ത് വരാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റ്. ഫാമിലിയിൽ അച്ഛൻ, പിന്നെ വൈഫ്, കുട്ടി, അങ്ങനെ ഞാൻ. അങ്ങനെ നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് വെള്ള റോഡ് വരുന്നുണ്ട്. നമ്മൾ ഏകദേശം എല്ലാവരുടെയും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്, സാധനങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ്. അത് നമുക്ക് പല ടൈപ്പിൽ വരുന്നുണ്ട്. സ്റ്റീൽ വിൻഡോസ് പല അൺസൈസിൽ വരുന്നുണ്ട്. അപ്പോൾ മരത്തിൽ വരുന്ന അതേ ഡിസൈനിൽ ഏത് ഡിസൈൻ തന്നാലും അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് അവർ എന്ത് അളവിലാണോ തരുന്നത്, എങ്ങനെയാണ് ഏത് ഡിസൈനിലാണോ തരുന്നത്, അതുപോലെ നമ്മളവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. അത് എവിടെ ആയിക്കോട്ടെ, കേരളത്തിൽ മാക്സിമം ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്.
പരമാവധി കഴിവിനനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ തുടങ്ങിയത് 5 വർഷമായിട്ടേ ഉള്ളൂ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പരിചയം ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വേറെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥാപനത്തിൽ 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ ഡീലിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും സംസാരിച്ച് ഒരാളുടെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാറില്ല. ഞങ്ങൾ സംസാരിച്ച് ഒരാൾക്കും മറ്റാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് തീരുമാനം എടുക്കാറുള്ളത്. ഇപ്പോൾ സ്ഥാപനത്തിൽ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഞങ്ങളൊക്കെ തന്നെ വർക്ക് ചെയ്തായിരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഡെലിവറിയും വർക്കിംഗ് പാടെ ഒരുമിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം ഡെലിവറി മാത്രമേ ചെയ്യാറുള്ളൂ. ഞങ്ങൾക്ക് ഒഴിവ് കിട്ടാമെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. ഇപ്പോൾ സ്ട്രോങ് ആണ്. നമുക്ക് എന്തായാലും മരത്തെ അപേക്ഷിച്ച് എന്തായാലും ഫുൾ ഗ്യാരണ്ടിയാണ്. സിമൻ്റ് ആയാലും മരമായാലും അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററാണ് ഇതെന്ന് ഞങ്ങൾ പറയുന്നത്. അത് വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സാധനം വന്നത് വെൽഡിങ് ആയിരുന്നു ഫുള്ള്. അപ്പോൾ ആ വെൽഡിങ് ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട് CNC ചെയ്തിട്ടാണ് വരുന്നത്. ലോക്കിംഗ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ വെൽഡിങ് വളരെ കുറവാണ് വരിക. 4 മൂലയിലും അതുപോലെ ആ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെൽഡിങ് വരും. ബാക്കി ഫുള്ളും ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ കുട്ടി ഇത് ഒരുപാട് വരുന്നില്ല. വെൽഡിങ്ങും വളരെ കുറവായിട്ടാണ് വരുന്നത്. അതുപോലെ എന്താ പറയുക, തുരുമ്പുടിക്കാൻ സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കസ്റ്റമർ നമുക്ക് വരുന്നുണ്ട്. CNC ചെയ്തിട്ട് എടുക്കുന്ന പറയുമ്പോൾ തന്നെ ആളുകൾ അങ്ങനെ എടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതിൻ്റെ ബാക്കിലൊക്കെ ഇപ്പോൾ മടക്കി അങ്ങനെ വെച്ച് വെൽഡ് ചെയ്തിരിക്കുകയല്ല, ഒരു പീസ് തന്നെ വളച്ച് അങ്ങനെ എടുത്തിരിക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് നോക്കിയാൽ തന്നെ ഇപ്പോൾ വന്ന് കാണിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ സംശയം നമ്മളിപ്പോൾ എന്താ കസ്റ്റമർക്ക് അത് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ തുരുമ്പുടിക്കാൻ സാധ്യത 100% കുറവാണ്. ഇത് തുരുമ്പുടിക്കുള്ള സാധ്യത ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വെൽഡ് ചെയ്ത സ്ഥലത്ത് ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ, ആ സാധനം പോവും. അപ്പോഴാണ് ഈ വെള്ളം ഇതൊക്കെ തട്ടുമ്പോൾ തുരുമ്പ് വരുന്നത്. അതിൽ നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കും. അത് എന്താ കലവ നിറയ്ക്കുകയാണ് നല്ലത്. അതായത് സിമെൻറ്റും ഈ പാറപ്പൊടിയും കൂടി നിറയ്ക്കുകയാണ് നല്ലത്. ഇപ്പോൾ മെറ്റൽ നിറയ്ക്കുന്നവരുണ്ട്. മെറ്റൽ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്ക്രൂ അടിക്കണമെങ്കിൽ ചിലപ്പോൾ സ്ക്രൂ അടിക്കാൻ പറ്റില്ല, സെൽഫ് സ്ക്രൂ അടിക്കാൻ പറ്റില്ല. ആ സ്ക്രൂ തന്നെ കത്തിപ്പോയി. അതിൽ ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ കലവ നിറയ്ക്കുകയാണ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രൂ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ ഒരു തുളയിടണമെങ്കിലൊക്കെ അതായിരിക്കും കുറച്ചുകൂടി വുഡിൻ്റെ ഡോറല്ലേ, അത് വെക്കാൻ പറ്റും. ഏത് വേണമെന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡോർ വെക്കണമെന്നില്ല, ഇപ്പോൾ ഇരുമ്പിൻ്റെ തന്നെ വെക്കണമെന്നില്ല, വുഡിൻ്റെ വെക്കുക, ഫാബ്രിക്കേഷൻ്റെ വെക്കുക, അങ്ങനെ ഏത് വേണമെന്ന് ചെയ്യാം. ആരെയും അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരിചയപ്പെട്ട് വന്ന അങ്ങനെ നമ്മളെ വിശ്വസിച്ച് വർക്ക് തന്നവർക്കൊക്കെയാണ് നന്ദി പറയാനുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് കോൺടാക്ട് തന്നവരോടും അതെ, പുതിയ ആളുകളെയൊക്കെ കണക്ട് ചെയ്ത് തരിക. അപ്പോൾ നമ്മളൊരു ഇഷ്ടപ്പെട്ടതിന് ശേഷം അവർ നമ്മളെ ഇന്ന ആൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. ഇന്ന ആൾ ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെ റെക്കമെൻഡേഷനായിട്ട് വന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇവിടെയാണ് എന്താ ആലത്തൂർ ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഫാമിലിയിൽ പിന്നെ അച്ഛമ്മയൊക്കെ ഉണ്ട്. അവർ പിന്നെ അത്രയ്ക്ക് വേറെ വീട്ടില്ല. അതിലിപ്പോൾ നമ്മൾ ഫ്രണ്ടില് കട്ടില മുതൽ തുടങ്ങും, പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അതിലിപ്പോൾ ഫ്രണ്ട് കട്ടില മഞ്ചാരിയുള്ള ടൈപ്പ് ഉണ്ട്, മഞ്ചാരി ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ 4 ഇഞ്ച് മുതൽ 9 ഇഞ്ച് വരേക്കും സൈസ് ഉണ്ട്. അപ്പോൾ ഏത് വേണിച്ച് വെക്കാം. അതിൽ മഞ്ചാരി ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ബെഡ്റൂമുകളിൽ വരുന്ന കട്ടില, പിന്നെ കിച്ചണിലേക്ക് വരുന്ന കട്ടില, അങ്ങനെ കട്ടിലുകൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ജനലുകളിലാണ് വർക്ക്, വിൻഡോസിലാണ്. ഫ്രണ്ടിലേക്ക് വരുന്നത് ഫ്രഞ്ച് വിൻഡോ എന്നാ പറയുക. ഹൈറ്റ് കൂടിയ ജനല വരിക, 6 അടിയുടെ ജനലാണ് വരിക ഫ്രണ്ടിലേക്ക്. അത് വന്നിട്ട് എത്ര പാളി വേണമെങ്കിലും ചെയ്യാം. 4 പാളി, 3 പാളി, 2 പാളി, ഒറ്റപ്പാളി, അതെങ്ങനെ വേണ്ടിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ബെഡ്റൂമിലേക്ക് വരുന്നത് അത് 4 അടിയാണ് വരിക. അതിൻ്റെ 3 പാളി, 4 പാളി, 2 പാളി, എത്ര പാളി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ തുറന്ന പുറത്തേക്ക് ഡോറും അതിൻ്റെ കൂടെ തന്നെ വിൻഡോസും കൂടി വരുന്ന 4 പാളിയൊക്കെ ആയിട്ട് തുറക്കുന്ന അങ്ങനെ വിൻഡോസ് വലുതും വരുന്നുണ്ട്. ഫോൾഡിങ് വിൻഡോ പറയും. പിന്നെ റൗണ്ട് ടൈപ്പിൽ അങ്ങനത്തെ വിൻഡോസ്, അങ്ങനെ എല്ലാ തരത്തിലും ചെയ്യാം. ഗ്രില്ല് വന്നിട്ട് പല മോഡൽസ് വരുന്നുണ്ട്. അതെ, SS വരുന്നുണ്ട്. സ്റ്റീല് ചെയ്യാം. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം. നമുക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം. പട്ടങ്ങമ്പി വേണമെങ്കിൽ അതും ചെയ്യാം. എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാറുണ്ട്. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓരോ വരച്ചിട്ട് വുഡ് ഫിനിഷ് ചെയ്യാൻ തന്നെ ചെയ്യല്. കൂടുതലും വീടുകൾക്ക് തന്നെ ചെയ്യല്. വുഡിന്റെ ഒരു കളർ കൊടുത്തതിൽ കാതലൊക്കെ വരച്ച് അങ്ങനെ വുഡ് ഫിനിഷ് ചെയ്ത് ഇടലാണ് കണ്ടിട്ടുള്ളത്. ആവശ്യം മാത്രമേ ഉള്ളൂ. ഗ്ലാസ് ബീഡിങ് അടക്കം നമ്മൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് കൊക്കിങ് കുളത്ത് ഗ്ലാസ് ബീഡിങ് എല്ലാം ഉണ്ടാവും. അതിപ്പോൾ വീട്ടുകാരന് ഇടാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. സ്ക്രൂ വെച്ചിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൊടുത്ത് ഇടാനുള്ള ഇത് വേണമെന്നേ ഉള്ളൂ. സ്ക്രൂ ഡ്രൈവർ മാത്രം അത്ര ആവശ്യമുള്ളൂ. ഓക്കെ, താങ്ക് യു.